നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നാടൻ ലഞ്ച് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ ചേമ്പിൻ തണ്ട്, പച്ച പപ്പായ, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ച് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചേമ്പിൻ തണ്ട് കൊണ്ട് പുളിശ്ശേരി, അതാണ് കേട്ടോ ഇന്നത്തെ ഉദ്ദേശം. ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മുടെ ചേമ്പിൻ തണ്ടും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായി വേവിച്ചെടുത്തതിനകത്തേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ നാളികേരം, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഞങ്ങൾ ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്, തൈരും ചേർത്തത് നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ചേമ്പിൻ തണ്ടിനകത്തേക്ക്, അല്ലെങ്കിൽ താളിത്തണ്ട് എന്നൊക്കെ പറയും കേട്ടോ, അതിനകത്തേക്ക് അരപ്പൊക്കെ ചേർത്ത് കടുകൊക്കെ താളിച്ചത് നല്ല പുളിശ്ശേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചേമ്പിൻ തണ്ട് പുളിശ്ശേരി. ഇനി ഇതേ നല്ല പച്ച പപ്പായ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. ഫ്രഷ് പപ്പായയാണ്. തോരൻ വെച്ചാൽ നന്നായിട്ടുണ്ടാകുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതേ പപ്പായ തോരനാണ് കേട്ടോ. തൊലിയൊക്കെ ചെത്തി പൊടിയായി അരിഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. ചിലരൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തോരൻ ഉണ്ടാക്കാറുണ്ട്. എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യമില്ല. ഞാനിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള തോരൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. എനിക്കുണ്ടല്ലോ ഈ ഒരു പപ്പായ തോരനുണ്ടെങ്കിൽ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം ചേർത്ത് ചോറിനാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചിലർ അങ്ങനെയാണല്ലേ, തോരൻ മാത്രം ചേർത്ത് ചോറിനുന്നത്. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഞങ്ങളിതേ പപ്പായ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് കടുക്, ഉഴുന്ന് പരിപ്പ്, ചുവന്ന മുളക്, പിന്നെ ഇതേ വെളുത്തുള്ളി ചതച്ചതും ചുവന്ന മുളക് ചതച്ചതും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് അരിഞ്ഞിട്ട് നമ്മുടെ പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ചേർക്കാതെയാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അതവിടെ മൂടി വെച്ച് സിമ്മിലിട്ട് കഴിഞ്ഞാൽ അത് നന്നായി വെന്ത് കിട്ടും. അപ്പോഴേക്കും ഇത് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മൂടി വെച്ച് ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെന്തോളൂ കേട്ടോ. പിന്നെ അത് വാർത്തു. കുറച്ച് സ്രാവ് ഉണ്ടായിരുന്നേ, അത് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വറുത്ത് വെച്ച് അപ്പോഴേക്കും നമ്മുടെ തോരൻ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും തോരൻ റെഡിയാകും. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ പോലെ ഇതേ പാത്രം കഴുകൽ എല്ലാ വീട്ടമ്മമാർക്കുള്ള മെയിൻ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ. പാത്രം കഴിക്കുക. ഓരോ ജോലിക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ തവണത്തെ ഫുഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവുമല്ലേ. എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിക്കഴിഞ്ഞ് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകിക്കഴിഞ്ഞ് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാമല്ലേ. അപ്പോൾ ഏതായാലും ലഞ്ച് പ്രിപ്പറേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണാൻ നേരത്തെ ഒരു പപ്പടവും കൂടെ കാച്ചിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.